Hi guys, okay, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നതും സെലക്ഷൻ ടൂളിനെ കുറിച്ചും വ്യൂസ് പല വ്യൂസ് അങ്ങനെ ടോപ്പ് വ്യൂ ഐഎസ്ഒ വ്യൂ അങ്ങനെയുള്ള വ്യൂസും എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ ഈ സെഷനിൽ നമുക്ക് ഡ്രോയിങ് ചെയ്യുന്നത്, അതായത് ഒരു ഷേപ്സ് വരയ്ക്കുന്നത്, ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയാലും ലൈൻ ആയാലും സർക്കിൾ ആയാലും അങ്ങനെ ആർക്കായാലും അങ്ങനെയുള്ള പല ഷേപ്സ് വരയ്ക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഈ വർക്ക് സ്പേസ് ക്ലിയർ ചെയ്യുകയാണ്. ഓക്കെ, അത് ഫുള്ള് ഞാൻ ഒന്നുകിൽ കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യാം, ഒന്നുകിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ അമർത്തുക. അപ്പോൾ ഡിലീറ്റ് ആവും. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ലൈൻ ടൂളാണ്, ഇപ്പം നമ്മൾ ISO വ്യൂ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നോർമൽ വ്യൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലൈൻ ടൂള് സെലക്ട് ചെയ്യാണ്. ലൈൻ ടൂൾ സെലക്ട് ചെയ്തു. അപ്പോൾ ലൈൻ ടൂൾ നമുക്ക് നോർമലി ലൈൻസ് വരയ്ക്കാം. ആ ലൈൻസ് ഉപയോഗിച്ച് എന്തൊക്കെ മോഡൽസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈൻ ടൂൾസ് യൂസ് ചെയ്യാം. പല സ്ഥലത്ത് നമുക്ക് ലൈൻ ടൂൾസിൻ്റെ ആവശ്യം വരുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ ലൈൻ ടൂളിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് ബേസിക്കും ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആദ്യം നോക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ഒരു ലൈൻ നോർമലി ഒരു ലൈൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പോൾ റെഡിന് കളറ് വരുന്നതുകൊണ്ട് മനസ്സിലാക്കാം റെഡ് ലൈനിന് പാരലായിട്ടായിരിക്കും. ഓക്കെ, ബ്ലൂവിന് പാരലായിട്ടാണെങ്കിൽ കറക്റ്റ് ബ്ലൂ എന്താ പറയുക, ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ബ്ലൂവിൻ്റെ കളറിലായിരിക്കും. അപ്പോൾ ആ ലൈൻ നമുക്ക് ആ ഒരു ഇതിന് പാരലായിരിക്കും, നോക്കിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഈ റെഡ് ലൈനിന് കറക്റ്റ് പാരലായിട്ട് ഒരു ജസ്റ്റ് ഒരു L എന്ന് പറഞ്ഞ ഷോർട്ട് കീ ഉപയോഗിച്ച് നമുക്ക് ലൈൻ ടൂൾ സെലക്ട് ചെയ്യാം. ഈ ഒറിജിൻ പോയിന്റിൽ നിന്ന് ഞാനൊരു 100 സെൻറ്റിമീറ്റർ ലെങ്ത്തിലൊരു ലൈൻ വെറുതെ എനിക്കൊന്ന് വരയ്ക്കണം എന്ന് വയ്ക്കുക. ഒരു ലൈൻ, ഒരു എന്തെങ്കിലും ഒരു പ്ലാന്റ് ഔട്ടർ ആവാം, അല്ലെങ്കിൽ ഒരു ഷേപ്പ് വരയ്ക്കാനാവും. എങ്കിൽ ഒരു 100 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ താഴെ ഏറ്റവും ബോട്ടം ലൈൻ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയൊക്കെ അറിയാം, ഞാൻ ഈ ലൈൻ ഇത് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ സെൻറ്റിമീറ്റർ അഡ്ജസ്റ്റ് ആവുന്നത് അറിയാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 100 സെൻറ്റിമീറ്റർ ലെങ്തിലാണ് ലൈൻ വേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ഒറിജിനിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഓക്കെ ലൈൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒറിജിനിൽ ക്ലിക്ക് ചെയ്ത് അവിടെ നിന്നൊരു 100 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ലൈൻ 100-ൽ എത്തില്ല, അത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1.1 സെൻറ്റിമീറ്റർ മാറും. അത് ഒഴിവാക്കാനായിട്ട് കറക്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഈ ഫസ്റ്റ് ഒറിജിനൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ആക്സിസിലേക്കാണോ നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്, ഇപ്പോൾ ഈ റെഡിലാണോ ഗ്രീനിലാണോ ബ്ലൂവിലാണോ ഏതാ വരയ്ക്കേണ്ടത് അതിലേക്ക് ഒന്ന് മൂവ് ചെയ്ത ശേഷം എത്ര സെൻറ്റിമീറ്ററാണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ 100 ആണെങ്കിൽ 100 എന്ന് ടൈപ്പ് ചെയ്യുക. അത് വച്ചതിന് ശേഷം 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ 100 സെൻറ്റിമീറ്റർ ലൈൻ അവിടെ നമുക്ക് ലൈൻ ക്രിയേറ്റ് ആയി. ഇനിയിപ്പോൾ നമുക്ക് Y ആക്സിസിലാണ് അതേ ലൈൻ വരയ്ക്കേണ്ടതെങ്കിൽ വൈയിലേക്ക് ആ ഒരു ബ്ലൂ ആക്സിസിലാണ് ലൈൻ വരയ്ക്കേണ്ടതെങ്കിൽ ബ്ലൂ ആക്സിസിലേക്ക് മൂവ് ചെയ്യുക, 100 എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ 100 സെൻറ്റിമീറ്ററിലൊരു ലൈൻ അവിടെ ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലൈൻ ഡിലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സെലക്ഷൻ ടൂൾ എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു എറേസർ ടൂൾ എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെലക്ഷൻ ടൂൾ എടുത്ത് സ്പേസ് ബാർ അടിച്ച് സെലക്ഷൻ ടൂൾ എടുത്ത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടോ, നമ്മളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഫുള്ളി സെലക്ട് ആയില്ലെങ്കിൽ അത് സെലക്ട് ആവില്ല. ബട്ട് തിരിച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, സെലക്ട് ആവും, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈന് വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒറിജിൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്യാം. ഏത് ആക്സിസിലാണോ വരയ്ക്കേണ്ടത് ആ ഒരു ഏത് പ്ലെയിനിൽ പാരലായിട്ട് വരയ്ക്കേണ്ടത് ആ ഒരു കളർ നമ്മളവിടെ കാണിക്കും. 100 ആണെങ്കിൽ 100, ഒരു 500 ആണെങ്കിൽ ഇപ്പോൾ 500 ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ 500 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈനായി. അപ്പോൾ ലൈൻ വരച്ച് കഴിഞ്ഞിട്ടും നമുക്ക് ആ ഒരു ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടില്ല. അതിന് നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എസ്കേപ്പ് കീ പ്രസ് ചെയ്യുക. ഓക്കെ, ആ ടൂളിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞു. ഇനി വീണ്ടും സെലക്ഷൻ ടൂളിലേക്ക് പോകാൻ സ്പേസ് അടിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ലൈൻ ടൂൾ വരുന്നത്. ഇനി ലൈൻ ടൂളിൻ്റെ നമ്മളൊരു 100,000 ആണ് നമ്മളിവിടെ സെൻറ്റിമീറ്ററാണ് നമ്മളിവിടെ വരച്ച ലൈൻ. അത് കൃത്യമായിട്ട് മെഷർമെൻറ്റ് കറക്റ്റാണോ എന്നറിയാനായിട്ട് നമുക്കിവിടെ മെഷർമെൻറ്റ് ടൂൾസ് ഉണ്ട്. അതായത് ടേപ്പ് എന്ന് നമ്മൾ പറയുന്ന ടേപ്പ് ടൂൾസ് ഉണ്ട്. ഒരു ലൈൻ കൂടെ ഞാനിവിടെ വരയ്ക്കുകയാണ്, ഒരു 50 സെൻറ്റിമീറ്റർ ഉണ്ട്. ഓക്കെ, എൻ്റർ കൊടുത്തു, 50 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു, എസ്കേപ്പ് ചെയ്തു, ടൂളിൽ നിന്ന് എക്സിറ്റായി, സ്പേസ് ടൂൾ അടിച്ചു, സെലക്ഷൻ ടൂളിലേക്ക് വന്നു. ഇനി നമുക്കത്
മെഷർമെൻറ്റ് എത്രയുണ്ടെന്ന് നോക്കാൻ ഇവിടെ ടേപ്പിൻ്റെ അടയാളത്തിൽ ടേപ്പ് മെഷർ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ആ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റിലും അതിനുശേഷം ഈ ലാസ്റ്റ് പോയിൻറ്റിലും വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, നമ്മൾ 500 സെൻറ്റിമീറ്ററിൻ്റെയാണ് വരച്ചത്, നേരത്തെ 1000 അല്ല 500 ആയിരുന്നു. അപ്പോൾ 500 സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അതവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വീണ്ടും എസ്കേപ്പ് അടിച്ചാൽ ആ ടൂളിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാം. ഏത് ടൂളിൽ നിന്നും എസ്കേപ്പ് ആവാനായിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂളിൽ നിന്ന് എക്സിറ്റ് ആവാം. എന്നിട്ട് സെലക്ഷൻ ടൂളിലേക്ക് വരാൻ സ്പേസ് അടിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഒരു 50 സെൻറ്റിമീറ്ററിൻ്റെയാണ് നമ്മളിപ്പോൾ രണ്ടാമതൊരു ലൈൻ വരച്ചത്. അപ്പോൾ ഈ ടേപ്പ് ടൂൾ ഇവിടെ നിന്ന് അളന്ന് നോക്കുക, കറക്റ്റ് 50 സെൻറ്റിമീറ്റർ ആണ്. അതിനാണ് ഈ ടേപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ അളക്കാൻ തന്നെയാണ്, മെഷർമെൻറ്റ് ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഡയമെൻഷൻ ടൂളുണ്ട്. ഇത് ഡയമെൻഷൻ ടൂൾ മെഷർമെൻറ്റ് എടുക്കാനും അത് മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഡയമെൻഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡയമെൻഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയിൻറ്റിൽ നിന്ന് അടുത്ത ലാസ്റ്റ് പോയിൻറ്റിലേക്ക് വെക്കുക. അപ്പോൾ 500 സെൻറ്റിമീറ്റർ. അത് നമുക്ക് എവിടെയെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ മാർക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ആംഗിളിൽ അതേ ലൈൻസിൻ്റെ കളേഴ്സ് അവിടെയും കാണിക്കും. നമ്മൾ അവിടേക്ക് ഇപ്പം നമ്മൾ ആ റെഡ് ആക്സിസിലാണ് വരച്ചതെങ്കിൽ അതിൻ്റെ ആക്സിസിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് നമ്മൾ നോക്കുമ്പോൾ 500 സെൻറ്റിമീറ്റർ എന്നുള്ള മെഷർമെൻറ്റ് കാണിക്കും. വീണ്ടും ഈ ഒരു 50യുടെയും നമുക്കവിടെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ മേലേക്ക് ടോപ്പ് ആണ് മാർക്ക് ചെയ്യേണ്ടതെങ്കിൽ 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ ഇവിടെ മെഷർ ചെയ്തു. ഇങ്ങനെ ആണ് നമുക്കത് കാണേണ്ടത്. അങ്ങനെ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ വരേണ്ടത് ഇപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത സാധനം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, സെലക്ഷൻ ടൂൾ എടുത്ത് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഒരു 500 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരച്ചു, അല്ലെങ്കിൽ ഞാനൊരു 500 സെൻറ്റിമീറ്റർ ലൈൻ എങ്ങനെ ഇപ്പോൾ വരച്ച ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് പല സെഗ്മെൻറ്റ്സ് ആക്കണം എന്ന് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ മുന്നേ പറഞ്ഞ് ഡിഫോൾട്ട് ട്രേ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ എന്ത് വരച്ചാലും ഏത് ലൈൻ വരച്ചാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമ്മളിവിടെ മെഷർമെൻറ്റ് ടേപ്പ് എടുത്ത് വരച്ച അതേ മെഷർമെൻറ്റ് അല്ലാതെ തന്നെ നമുക്കിവിടെ എത്ര ആണെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. പക്ഷേ ലൈനിൻ്റെ അല്ലാതെ പല ഷേപ്പ് മാറുന്നതിനനുസരിച്ച് ഈ ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെയാണ് ഓപ്ഷൻസ് ഞാൻ ഓരോ മോഡൽസ് വരയ്ക്കുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ലൈൻ 500 സെൻറ്റിമീറ്റർ തന്നെയാണ് നമുക്കിവിടെ മനസ്സിലായി. ഓക്കെ, ഇനി ഇതിനെ ഡിവൈഡ് ചെയ്തൊരു 5 സെഗ്മെൻ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ്. അതിന് സിമ്പിളായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിവൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ റെഡ് ഡോട്ട്സ് വരും. അത് നമുക്ക് ലെഫ്റ്റും റൈറ്റും മൂവ് ചെയ്യാൻ പറ്റും. ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ ഓരോ നമ്പേഴ്സ് റെഡ് ഡോട്ട്സിൻ്റെ നമ്പേഴ്സ് കുറഞ്ഞും കൂടിയും വരും. അപ്പോൾ നമുക്ക് എത്ര സെഗ്മെൻ്റാണോ വേണ്ടതെന്ന് നമുക്ക് ഇതിലൂടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 സെഗ്മെൻറ്റാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒന്നും കൂടെ എനിക്കൊരു 5 സെഗ്മെൻറ്റാണ് വേണ്ടത്. ഇപ്പോൾ 500 ആണ് നമ്മൾ കൊടുത്ത് 100ൻ്റെ ഒരു 5 സെഗ്മെൻറ്റായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഒരു താഴെ കാണിക്കും 5 സെഗ്മെൻറ്റ്സ് ലെങ്ത് 100 സെൻറ്റിമീറ്റർ. ഇനി എനിക്കൊരു 500ൻ്റെ ഈ ലൈനിനെ എനിക്കൊരു ഈക്വൽ ആയിട്ടുള്ള 7 ആയിട്ട് ഡിവൈഡ് ചെയ്ത സെഗ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനൊരു കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് 7 ആക്കും. 7 ആക്കുമ്പോൾ ലെങ്ത് 71.4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ്. എനിക്കൊരു 3 സെഗ്മെൻറ്റ്സ് മതി. എങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് 3 സെഗ്മെൻറ്റ്സ് ക്ലിക്ക് എന്നിട്ട് ആകുമ്പോൾ ഞാനത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അവിടെ 3 സെഗ്മെൻറ്റായി. ഇനി ഇത് 3 സെഗ്മെൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സിമ്പിളായിട്ട് സെലക്ഷൻ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു സെഗ്മെൻറ്റാണ്, ഇത് രണ്ടാമത്തെ സെഗ്മെൻറ്റാണ്, ഇത് മൂന്നാമത്തെ സെഗ്മെൻറ്റാണ്. നമുക്കിത് മൂന്നും കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ബോക്സിനകത്ത് നടുക്കത്തെ സെഗ്മെൻറ്റ് മാത്രം വന്നതുകൊണ്ടാണ് ആ നടുക്കത്തെ സെലക്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞതനുസരിച്ച് മുഴുവനായിട്ടും സെലക്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മുഴുവനായിട്ട് സെലക്ട് ആവും. അപ്പോൾ 3 സെഗ്മെൻറ്റ് നമുക്കിവിടെ ഉണ്ട്. ഇനി ഈ 3 ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇത് നിന്ന് ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എനിക്കൊരു ലൈൻ ഒരു പെർപെൻഡിക്കുലറായിട്ടും മറ്റ് രീതിയിലും വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെഗ്മെൻ്റ് ആക്കിയത്. അപ്പോൾ എനിക്കിവിടെ നിന്ന് ബ്ലൂ ആക്സിസിലെ പെർപെൻഡിക്കുലറായിട്ട് എനിക്കൊരു വീണ്ടും ഒരു 100 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ലൈൻ വരയ്ക്കണം. അപ്പോൾ ഞാൻ മുകളിലേക്ക് ലൈൻ ക്ലിക്ക് ചെയ്തു, 100 അടിച്ചു. അപ്പോൾ ഈ 100 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലൈൻ അവിടെ ക്ലിക്കായി. അത് ചെക്ക് ചെയ്യാൻ ഇത് 100 സെൻറ്റിമീറ്റർ തന്നെയാണോ ചെക്ക് ചെയ്യാൻ നമുക്ക് ടേപ്പ് മെഷർ ടൂൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സിംപ്ലി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ എൻറ്റിറ്റി ഇൻഫോയിൽ നോക്കിയാലും നമുക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും.
അപ്പോൾ ഇതുപോലെ ഇവിടെ വീണ്ടും ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ആ സെഗ്മെൻറ്റിൽ നിന്ന് എനിക്ക് വീണ്ടും ഒരു ലൈൻ ഏതെങ്കിലും ഒരു ആക്സിസിലേക്ക് ഒരു 500 സെൻറ്റിമീറ്ററിൽ തന്നെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ 500 ടൈപ്പ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, 500 സെൻറ്റിമീറ്ററിൽ അവിടെ ഒരു ലൈനായി. എസ്കേപ്പ് അടിച്ച് ടൂളിൽ നിന്ന് എക്സിറ്റ് ആകുക. പിന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ എത്രയാണ് അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്നുള്ളത് നമുക്കവിടെ അറിയാൻ പറ്റും. സോ അവിടെ ഞാൻ ഇടയ്ക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നുകൊണ്ട് അത് തമ്മിൽ മെർജായിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആ ഒരു 500ൻ്റെ ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, എസ്കേപ്പ് ചെയ്യുക. അത് സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ 500 സെൻറ്റിമീറ്റർ ലൈൻ ഇവിടെ കാണും. അപ്പോൾ അങ്ങനെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എത്ര വേണോ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ സർക്കിൾ ഈ ഒരു ലൈൻ ടൂൾ വെച്ച് തന്നെ ഞാൻ വീണ്ടും ഐസോമോളിലേക്ക് വന്നിട്ട് ഓക്കെ ഈ ഒരു ലൈൻ ടൂളിൽ എടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു സ്ക്വയർ വരയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു 100 സെൻറ്റിമീറ്റർ ലെങ്ത്തും 50 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന 100 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 50 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്ന ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലെയിനിൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു 100 സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ ആദ്യം ഒരു ലൈൻ വരച്ചു. അപ്പോൾ 100 സെൻറ്റിമീറ്ററിലെ ലൈൻ അവിടെ ക്രിയേറ്റ് ആയി. എനിക്ക് അടുത്ത ഈ ഡയറക്ഷനിലേക്കാണ് വേണ്ടത്. ഓക്കെ, ഗ്രീൻ ലൈനിലേക്ക് പാരലായിട്ടൊരു ലൈൻ എടുത്ത് 50 സെൻറ്റിമീറ്ററിൻ്റെ വരയ്ക്കേണ്ടതുണ്ട്. ഞാൻ അങ്ങോട്ട് മൗസ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഗ്രീൻ ലൈനിൻ്റെ പാരലായിട്ട് ഒന്ന് മൂവ് ചെയ്തു. എന്നിട്ട് 50 ടൈപ്പ് ചെയ്തു, എൻ്റർ കൊടുത്തു. 50. ഓക്കെ, ഇനി അടുത്ത ലൈൻ വരയ്ക്കേണ്ടത് നമുക്ക് വീണ്ടും റെഡിന് ആണ്, ഫേസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും അതിൻ്റെത് 100 ആണ്. 100 ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു. പിന്നെ ജസ്റ്റ് സിമ്പിളായിട്ട് ഇവിടെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയി. ഓക്കെ, ഈ റെക്റ്റാങ്കിൾ നമ്മൾ ലൈൻ ടൂൾ എടുത്ത് വരയ്ക്കുമ്പോഴും ഈ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് സിമ്പിളായിട്ട് വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക, ഈ ഗ്രേ കളറിലേക്ക് നമ്മുടെ ഈ ഫേസ് ഗ്രേ കളറിൽ ക്രിയേറ്റ് ആവും. ആക്ച്വലി വൈറ്റാണ് നമുക്ക് വരേണ്ടത്, ബട്ട് താഴെയാണ് വൈറ്റ് വന്നിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ഫേസ് തലതിരിഞ്ഞ്, അതായത് റിവേഴ്സ് ആയിലാണ് കിടക്കുന്നതെന്നാണ്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഫേസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൈറ്റ്, നമ്മളിവിടെ വൈറ്റാണ്. ഈ ഒരു തലതിരിഞ്ഞ് കിടക്കുന്ന ആറിനെ റിവേഴ്സ് ചെയ്യേണ്ടത് എപ്പോഴും ഏതൊരു മോഡൽ വരയ്ക്കുമ്പോഴും സ്കെച്ചപ്പിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് സിമ്പിളായിട്ട് ആ ഒരു ഫേസിൽ സെലക്ഷൻ കീ പ്രസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റിവേഴ്സ് ഫേസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അതിനെ നോർമൽ ഫേസിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ 4 ഒരേ ഫേസിൽ ആണ് വന്നിരിക്കുന്നത്, പല ആക്സിസിൽ മെർജായി കിടക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് ജോയിൻ ചെയ്തപ്പോൾ അതൊരു ഫേസ് ആയിട്ട് ഈ ഒരു നടുക്കത്തെ 4 ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഞാനിപ്പോൾ ഒരു ലൈൻ റെക്റ്റാങ്കിൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നത്, ആദ്യത്തെ ലൈൻ എക്സിന് റെഡും, രണ്ടാമത്തേത് കറക്റ്റായിട്ട് ഗ്രീൻ വരാതെ ഞാൻ ഗ്രീനിന് പകരം വീണ്ടും ബ്ലൂ കൊടുത്തിട്ട് ഞാൻ വീണ്ടും നോർമലി എന്തെങ്കിലും ഒരു മോഡൽ റെക്റ്റാങ്കിളാണ് നോർമലി ഒരു ഇതിൽ വരുന്ന ഒരു റെക്റ്റാങ്കിൾ ഒരു മോഡലാണ് വരച്ചതെങ്കിൽ ഈ ഒരു ഫേസ് ഒരിക്കലും ഈ ഒരു ലൈൻസ് മെർജായി കഴിയുമ്പോൾ ഒരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ആവില്ല. സെയിം ഫേസിൽ തന്നെ വന്നാൽ മാത്രമേ സെയിം ലൈൻസിൻ്റെ പാരലായിട്ട് തന്നെ വന്നാൽ മാത്രമേ അതൊരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ആവുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈൻസ് ജോയിൻ ചെയ്തത് എല്ലാം ഒരേ പ്ലെയിനിലല്ല, ഒരേ ഫേസിലല്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ടാണത് നമുക്ക് ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യാത്തത്. ഈ ഒരു ലൈനും വേറെ ഫേസസിലാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ലൈൻസ് ആംഗിൾസിലായതുകൊണ്ട് വേറെ ആക്സിസിലായതുകൊണ്ട് നമുക്കതൊരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടില്ല. ഇനി എനിക്കൊരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നതെന്ന് വെച്ചാൽ സെയിം ആക്സിസിൽ തന്നെ ഞാൻ ഒരു ലൈൻ ഡ്രോ ചെയ്താൽ അവിടെ അതൊരു ഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇതെല്ലാം ഞാൻ ഓരോ മോഡൽസ് പഠിപ്പിക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ഈ ലൈൻ ടൂൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ലൈൻ ടൂൾ കൊണ്ട് നമുക്ക് ഇനിയും ഒരുപാട് മോഡൽസ്, ഫോർ എക്സാമ്പിൾ എന്ത് ഷേപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും അതെല്ലാം ഈ ലൈൻ ടൂൾ വെച്ച് വരയ്ക്കാം. അപ്പോൾ ഈ റിവേഴ്സ് ആക്കുന്നത് ശ്രദ്ധിക്കുക, മാറ്റാതിരിക്കുക. ഇനി നമുക്ക് ഈ ഒരു നടുക്കത്തെ ഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 4 സൈഡുമുള്ളൊരു റെക്റ്റാങ്കിൾ മതി. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ആ ഒരു പ്ലാനിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു റെക്റ്റാങ്കുലർ പ്ലാൻ ആയിരിക്കും, അകത്തൊരു ഫേസ് ഉണ്ടാകത്തില്ല.
അതിന് ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചില മോഡൽസിൻ്റെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഈ റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ കീ വെച്ച് ഏതെങ്കിലും ഒരു മോഡൽ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ലൈനിൻ്റെ നടുക്ക് ഒരു ഫേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിം ഫേസിൽ തന്നെ ഇതുപോലൊരു മോഡൽ, ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ് മോഡൽ അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ മോഡൽ കാണിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫേസ് നമുക്കവിടെ വേണ്ട എന്നുണ്ടെങ്കിൽ സെലക്ഷൻ ടൂൾ എടുക്കുക, ആ ഒരു ഫേസിൽ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു ലൈൻ മാത്രമായിട്ട് ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഏത് മെഷർമെൻറ്റ്സിലും ഏത് മോഡൽസും ഈ ലൈൻ ടൂൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ലൈൻ ടൂള് നമ്മൾ ഒരു വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എസ്കേപ്പ് അല്ലെങ്കിൽ വീണ്ടും ലൈൻ ടൂ എൽ എന്നതാണ് ലൈൻ ടൂളിൻ്റെ ഷോർട്ട് കീ. അതിനൊന്നുകൂടെ അഴിച്ചാലും അതിൽ നിന്ന് എസ്കേപ്പ് ആവും. പിന്നെ മെഷർമെൻ്റ് എടുക്കുന്ന കാര്യം, മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന കാര്യം, ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി നോക്കി. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നത്, ഇതിൻ്റെ എത്ര സെഗ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാം ഡിവൈഡ് ചെയ്യുന്നത് എത്ര സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതും കാര്യങ്ങളുമെല്ലാം നമുക്ക് മനസ്സിലായി. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ ഇപ്പോൾ ഇതിൽ പല പല മോഡൽ അടിക്കുകയാണ്. എനിക്ക് ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സൂം വിൻഡോ കീ പ്രസ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അത് മാത്രം ഫോക്കസ് ആവും. അതിനെ റിവേഴ്സ് ഫേസ് ചെയ്യാനായിട്ട് ഞാൻ റൈറ്റ് കീ യൂസ് ചെയ്ത് റിവേഴ്സ് ചെയ്തു. പിന്നെ ഇതെനിക്ക് മൊത്തത്തിലെല്ലാം ഒന്നിച്ച് പഴയ മോഡലിലേക്ക് വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂം എക്സ്റ്റൻസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ വർക്ക് സ്പേസിലുള്ള എല്ലാം എനിക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ലൈൻ ടൂളിൻ്റെ യൂസേജ് എന്തൊക്കെയാണെന്ന് ഇതിൽ നിങ്ങൾ നോക്കി മനസ്സിലായിട്ടുണ്ടാകും. കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക, പല പല മോഡൽസ് ക്രിയേറ്റ് ചെയ്യുക, ജസ്റ്റ് അതൊന്ന് ഫെമിലിയറൈസ് ചെയ്യുക. ലൈൻ ടൂള് വരയ്ക്കുക, മെഷർമെൻറ്റ് പല പല ഷേപ്സ് വരച്ച് നോക്കുക, മെഷർമെൻറ്റ്സ് നോക്കുക, ഇവിടെ അതെല്ലാം ചെക്ക് ചെയ്യുക, ടൈപ്പ് ടൂൾ യൂസ് ചെയ്യുക, എല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഫ്രീ ഹാൻഡും കൂടെ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ജസ്റ്റ് ലൈൻ ടൂൾ പോലെ തന്നെയാണ്, പക്ഷേ ലൈൻ ടൂൾ നോർമൽ അത് സ്കെച്ചബിൽ അധികം അങ്ങനെ നമുക്ക് യൂസ് വരാറില്ല. കാര്യം നമ്മൾ പെൻസിലോ പേനയോ ഉപയോഗിച്ച് വരയ്ക്കുന്ന പോലെ എന്തെങ്കിലും മോഡൽസ്, അതും ഇതുപോലെ ഫ്രീ ഹാൻഡ്സായിട്ട് നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ലൈൻസ് മാത്രമായിരിക്കും. ജസ്റ്റ് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫേസായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു അക്ഷരം ജസ്റ്റ് ഒരു ലെറ്റർ എഴുതുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഡ്രോ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫ്രീ ഹാൻഡ് ടൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു തന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ഫ്രീ ഹാൻഡ് ടൂളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇറഗുലർ ഷേപ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും ചെയ്യാനുള്ള കല്ലോ മലകൾ അങ്ങനെയൊക്കെ ഡ്രോ ചെയ്യുന്നതിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിനെ സോഫ്റ്റൻ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാറൊക്കെ ഉണ്ട്. നോർമലി അങ്ങനെ യൂസ് വരാറില്ല. നമുക്കതിൻ്റെ തന്നെ പല പല ഓപ്ഷൻസ് വേറെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഉള്ളതുകൊണ്ട് ഫ്രീ ഹാൻഡ് ടൂൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് അതിനെ ഒന്ന് ഫെമിലിയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി അടുത്ത സെക്ഷനിൽ നമുക്ക് റെക്റ്റാങ്കിൾ ആൻഡ് റൊട്ടേറ്റഡ് റെക്റ്റാങ്കിൾ ടൂൾസ് പഠിക്കാം. പിന്നെ സർക്കിൾ, ബാക്കിയുള്ള ടൂൾസിനെ കുറിച്ചും ഓരോരോ സെക്ഷൻസായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.